എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് വിദ്യാർത്ഥികളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റായിട്ടുള്ള admissions.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റും പരിശോധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. UG അഡ്മിഷൻ ഇൻഫോർമേഷൻ 2025 UG സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 23/6/2025 6 PM എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് 6 മണിക്കാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ പുതുതായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഇതിൻ്റെ മെനു ബാർ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ജസ്റ്റ് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു രീതിയിൽ ഫോൺ പിടിക്കുന്ന സമയത്ത്, അതായത് ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുന്ന സമയത്ത്. അപ്പോൾ നിലവിൽ ഇതുപോലെ ആ ഒരു മെനു ബാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഈ ഒരു പേജിലേക്കുള്ള ആ ഒരു ലിങ്കാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കായിരുന്നു ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു സമയത്ത്, അത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഹോം പേജിലാണ്, അതായത് ഈ ഒരു admissions.kannur.university.ac.in/index അല്ല, വേറൊരു ലിങ്കിലാണ് ഈ ഒരു നിങ്ങളുടെ, അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ FIUGB കോളേജസ് ആൻഡ് FIIMB ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിഷൻ 2025 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിയോടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അത് വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള രീതിയിൽ അവിടെ കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ആകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടിയാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിൽ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കൺഫേം ആയിട്ടുണ്ടാവും. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങളവിടെ ഓൾറെഡി മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളിപ്പോൾ ഈ ഒരു മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ, അതിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റുന്നില്ല. അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണോ എവിടെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് അവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി, അത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ സീറ്റ് പെർമനൻ്റ് ആണ്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങളവിടെ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ അല്ല, ഇവിടെ ഓൾറെഡി മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ആ ഒരു സീറ്റ് കൺഫേം ആയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഒരു ഓപ്ഷനിലേക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ സീറ്റായിരിക്കും നിങ്ങളുടെ അവിടെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. ആ ഒരു പുതുതായിട്ട് കിട്ടിയത് കാരണം തന്നെ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെ എല്ലാവിധ ഓപ്ഷൻസും, അത് ഫസ്റ്റ് കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ അവിടെയാണ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലും സെക്കൻഡിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെക്കൻഡിലാണ് കിട്ടിയതെങ്കിൽ ആ ഒരു സീറ്റായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജൂൺ 24 മുതൽ ജൂൺ
ജൂൺ 30 വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രയുമാണ്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ജൂൺ 24, അതായത് ജൂൺ 24 എന്ന് പറയുമ്പോൾ നാളെയാണ്. അപ്പോൾ നാളെ മുതൽ ഈ ഒരു ജൂൺ 30 അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ വേണ്ടവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ്, അതായത് ആദ്യമായിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാനായിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ കോളേജിൽ വിളിച്ച് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഫീസുകളാണ് അടക്കേണ്ടത്, എത്ര രൂപ അടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളൊക്കെ ആണെങ്കിൽ ഫീസ് കുറച്ച് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.